ഹേ ഗൈസ്, എല്ലാവർക്കും ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ ചാനലിൽ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ, നമ്മുടെ മിസ്റ്റർ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾട്ടോ. അപ്പം ഈ ഒരു വണ്ടി ഇപ്പം ചെറിയൊരു വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടി ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു വണ്ടിയിൽ ഇനിയും ഇഷ്ടം പോലെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് എന്നുള്ളത്. അപ്പം അതിലൊരു അപ്ഡേഷനാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇപ്പം വാൽവട്രോണിക് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളി വെച്ചാണ്, അതായത് ഇതുവരെ അൾട്ടോയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു നോർമൽ സെറ്റപ്പിലല്ല ഇത്. എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ഒരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ വാൽവട്രോണിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ 2 വാൾവായിട്ടാണ് കേട്ടോ നമ്മുടെ വാൽവട്രോണിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വേറെയുള്ള അൾട്ടോയിലും കാര്യങ്ങളിലൊക്കെ കണ്ട പോലെയല്ല, ഇത് മാക്സിമം നല്ല രീതിക്ക് യുണീക്കായിട്ട് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ പേര് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അതായത് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസിനും കാര്യങ്ങളൊക്കെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഹെഡ് ലാമ്പ് ടോട്ടലായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ ക്രോം ഡീക്രോം ചെയ്തിട്ടില്ല. എല്ലാ വണ്ടിയിലും അതാണ് ആദ്യം ചെയ്യുന്നത്. പക്ഷേ ക്രോം അതേപോലെ വെച്ചിട്ട് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ലൈറ്റ് LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ലോഗോ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് 2 ഫ്ലാഷറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹോണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ച് തരാം ഹോണിൻ്റെ സൗണ്ട്. നമ്മുടെ പോളോ ഒക്കെ അല്ലേ, അതേപോലത്തെ ഏകദേശം ആ ഒരു ടൈപ്പ് ഹോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇവിടെ ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു വണ്ടിയുടെ നെയിം ഇവിടെ മിസ്റ്റർ ലോ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അതൊന്നും ആയിട്ടില്ല, കൊടുക്കും. പിന്നെ ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ വൈപ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഫ്രെയിംലെസ് വൈപ്പേഴ്സ് എന്ന് വേണം പറയാം. ആ ഒരു ടൈപ്പിൽ ഒരു വെറൈറ്റി വൈപ്പേഴ്സാണ് ചെയ്തത്. നമ്മൾ നോർമലായിട്ട് വേറെ വൈപ്പേഴ്സ് ഞാൻ എൻ്റെ വണ്ടിക്ക് ചെയ്തിട്ടുള്ള ആ വൈപ്പേഴ്സാണ് അധികം വണ്ടിയിൽ ഞാൻ കണ്ടത്. ഇതൊരു യൂണീക്കായിട്ടുള്ള വൈപ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വണ്ടിയിൽ ചെയ്തത്. പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല പക്കായിട്ട് ലോവർ ചെയ്തിട്ടുണ്ട്. സാധാ ആൾട്ടോ ലോവർ ചെയ്യുന്ന പോലെയല്ല, നല്ല പക്ക രീതിയിൽ നല്ല രീതിക്ക് ലോവർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 15 ഇഞ്ച് അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വീൽസ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ഗ്രീൻ ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതാ ഡീറ്റെയിലിങ് നമ്മുടെ എന്താ പറയുക, എയർ അടിക്കുന്ന ആ ഒരു നോബ് വരെ ആ ഒരു ഗ്രീനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഡ്രമ്മിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ ഗ്രീനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. കൂടുതൽ വർക്കൊന്നും ഇല്ല, സ്കേർട്ടിങ്ങും അതേപോലെ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ലോവറും സ്കേർട്ടിങ്ങും പിന്നെ അലോയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കണ്ടോ വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പോൾ വാക്കറിൻ്റെ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയിൽ വേറൊരു സംഭവം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിറേഴ്സും നമ്മുടെ ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 മിറേഴ്സും ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിർത്താനായിട്ടുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ 2 മിറേഴ്സും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബി പില്ലേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു യൂണീക്ക് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെയൊക്കെ ചെയ്തപ്പോൾ. പിന്നെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് നല്ല മഴയാണ് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ നിർത്തിയിട്ട് വണ്ടിയിലേക്ക് കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വണ്ടിയുടെ ആ ഒരു സൗണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോവാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ വാൽവട്രോണിക് ആണ്. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വാൽവട്രോണിക് ഓൺ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് കാലും എടുത്ത് നോക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒച്ചയാണ് കേട്ടോ വണ്ടിയിൽ. ഞാൻ പറഞ്ഞ പോലെ യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഒന്ന് നോക്കാം കേട്ടോ വണ്ടിയുടെ സൗണ്ട്. കൊടുത്തോളി. എൻ്റെ ഓരോ ഒരു രക്ഷയില്ലാത്ത ഒച്ചയാണ് ഇത്. നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇയർഫോൺ ഇട്ട് കേൾക്കണം കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ലാത്ത ഒച്ചയാണ് വണ്ടിയിൽ വരുന്നത് കേട്ടോ. ആ പൊട്ട് കേട്ടോ, അടിപൊളി. നിങ്ങൾ ഇതേപോലെ ഇത്രയും ഒരു സൗണ്ട് അൾട്ടോന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ. പൊളി, ഒരു രക്ഷയില്ല. പിന്നെ കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വണ്ടിയിൽ നമ്മുടെ പോളോയുടെ ആ ഒരു ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം കണ്ടോ. ഇത് ഡബിൾ ഹോൺ അല്ലേ ചെയ്തത്. അപ്പം ഡബിൾ ഹോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തത്. അത്യാവശ്യം നല്ല ഒച്ചയുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഈ വണ്ടിയിൽ വാൽവട്രോണിക് ചെയ്യാനായിട്ട് ഏകദേശം 18,000 രൂപയായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കേട്ടുമല്ലോ. ഇയർഫോൺ ഇട്ട് കേൾക്കണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏകദേശം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 18,000 രൂപയാണ് കേട്ടോ വണ്ടിക്ക് ആയത്, നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വാൽവട്രോണിക് സിസ്റ്റം ചെയ്യാനായിട്ട്. അപ്പം വണ്ടിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 18,000 രൂപയായിട്ടുണ്ട് ഏകദേശം ഈ ഒരു വണ്ടിയുടെ ഈ ഒരു വാൽവട്രോണിക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ, ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മളിവൻ്റെ ഒരു അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഓട്ടോമോട്ടീവ് കണ്ടന്റുകൾ വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതായിരിക്കും ബൈ.